എല്ലാവർക്കും വീണ്ടും സുധാസന മീഡിയയിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 12 ഭാവങ്ങളുടെ ശരീരവുമായിട്ടുള്ള ബന്ധങ്ങളുമാണ്. ശരീരഭാഗവുമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പം നമ്മൾ ലഗ്നത്തിനെ കുറിച്ച് പറയുമ്പോൾ തലയാണ്. രണ്ടാം ഭാവം മുഖം, വായ, ചെവി, കുടുംബം, ധനം, ക്രിയാശക്തി. മൂന്നാം ഭാവം സഹോദരന്മാർ, വലതു കൈയ്യ്, പരാക്രമ സ്വഭാവം. നാലാം ഭാവം മാതൃസ്ഥാനമാണ്. പരിസരം, ഭവനം, സുഖം, മനസ്സ്, പാതാളം, വിദ്യാഭ്യാസത്തിൻ്റെ ഉറവിടം, ശ്വാസകോശം, മാറിടമാണ്. അഞ്ചാം ഭാവം പ്രഭാവം, പുണ്യസ്ഥാനം, പുത്രസ്ഥാനം, ബുദ്ധി, ഹൃദയം, കരള്. ആറാം ഭാവം അടിവയറ്, ദഹനം, പ്രതിബന്ധം, മൂലപ്രസക്തി, അമ്മാവന്മാർ, അധ്വാനം. ഏഴാം ഭാവം കളത്രഭാവം, ഭാര്യാഭർത്താവ്, ഒരാളുടെ പ്രകൃതി, കർമ്മത്തിൻ്റെ ഉറവിടം. എട്ടാം ഭാവം ലിംഗസ്ഥാനം, അകത്തുള്ള ശക്തിയെ പുറത്തു കൊണ്ടുവരുന്ന ഘടകം, ആയുസ്, അരക്കെട്ട്, ബുധം, വിദ്യാലയം. ഒൻപതാം ഭാവം തുടകൾ, അച്ഛൻ, യാത്ര, പൂർവ്വപുണ്യം, ഉന്നത വിദ്യാഭ്യാസം. പത്താം ഭാവം കർമ്മഭാവം, കർമ്മത്തിൻ്റെ സ്വഭാവം, കാൽമുട്ട്. 11ാം ഭാവം ബന്ധം, കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം, മൂത്ത സഹോദരൻ എന്നിവ. 12ാം ഭാവം ലയാവസ്ഥയാണ്. ചെലവ്, കാലടികൾ, അടിസ്ഥാന ഭാവം, ആസ്പത്രി, രോഗങ്ങൾ, ദൂരദേശവാസം. ഇതാണ് 12 ഭാവങ്ങളും ശരീരഘടനയുമായിട്ടുള്ള ബന്ധം. ഹരിയും ഹരിയും.